അയ്യോ മോളെ പൂജ, നമ്മളിത് എവിടെയാ മോളെ? ആരാ നമ്മളെ ഇവിടെ കൊണ്ടുവന്നത്? എന്റെ കർത്താവേ, അയ്യോ ഒക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. സോറി, ഞങ്ങൾ പറഞ്ഞു തരാം. എന്റെ പൊന്നു മോളെ പൂജക്കുട്ടി, നിനക്ക് സുഖം തന്നെയല്ലേ? എന്റെ പള്ളക്ക് നീ കത്തി കുത്തിക്കേറ്റിന്റെ പാട് ഇപ്പോഴും വലിയ ചുണ്ടൻവെള്ളം പോലെ കിടപ്പുണ്ട്. കാണാ നോക്ക്, കാണാ എന്നാ വേണ്ട. അത് നമ്മുടെ അങ്കിള് മോക്ക് സ്വകാര്യമായിട്ട് കാണിച്ചു. എന്റെ പൊന്നെ, അച്ഛൻ കണ്ടില്ലായോ? അനിയത്തിയുടെ മോടെ പേരെടുക്കാൻ വേണ്ടി പോയ ക്ലാരമ്മ കുട്ടി അല്ലയോ ഇരിക്കുന്നത്? എന്നിട്ട് കാണാനിരിക്കാൻ എന്റെ കണ്ണിൽ വല്ല കുരുണ്ടാ? കണ്ടു, പല കാലക്കരായി ക്ലാരമ്മ ഞാൻ കണ്ടു. സുഖം തന്നെയല്ലേ ക്ലാരമ്മേ? വിളിച്ചോ? അതെ, അന്ന് ആ കടുവാ കളിയുടെ ഇടയിലേ നമുക്ക് വിശദമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. സാരമില്ല, ഇനി ഇഷ്ടം നമുക്ക് സംസാരിക്കാം. അപ്പൊ നമ്മുടെ ഇങ്ങോട്ട് വാ, നമ്മുടെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അതെ, നമ്മള് ഇവരെ എന്നതാ ചെയ്യാൻ പോന്നെ? നമ്മൾ ഈ ക്ലാരക്കുട്ടിയെ പൊക്കിയെടുത്ത് കൊക്കയിലേക്ക് തട്ടാനല്ലയോ പരിപാടി? പിന്നെ നമ്മുടെ പൂജമോടെ കാര്യം, അത് നമ്മുടെ ലാപ്ടോപ്പ് തിരിച്ചു കിട്ടുന്ന പോലെ നമ്മൾ പ്ലാൻ ചെയ്യും. ഇവളെ കൈ കിട്ടുമ്പോ ഇവളെ വലിച്ച് കീറി ഭിത്തിയിലൊട്ടിക്കണ ഞാൻ പ്ലാൻ ചെയ്തത്. അതിനിടയ്ക്കല്ലയോ ഒരു ലാപ്ടോപ്പിന്റെ കേസുമായിട്ട് വന്നു. ഓ, നീ എന്നാ ഒരു ഭാഗ്യവതിയാ എന്റെ മോളെ. നിനക്കും പിന്നെ നിന്റെ ഈ കൊച്ചിനും ജീവനോടെ ഇരിക്കാൻ ഈ കള്ളൻ, ഈ തങ്കപ്പെട്ട അച്ഛൻ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അവൻ നിന്റെ കൊച്ചിന്റെ അച്ഛനല്ലാത്ത നിന്റെ ഭർത്താവ്. അവൻ ആ ലാപ്ടോപ്പും കൊണ്ട് ഇവിടെ ഞങ്ങളുടെ മുന്നിൽ എത്തുമ്പോ നിനക്ക് ഞങ്ങളുടെ സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു പരിക്കുമില്ലാതെ ഇവിടുന്ന് മോചനം. പക്ഷെ ക്ലാരമ്മനോടുകയല്ലേ കേട്ടോ. ക്ലാരമ്മയ്ക്കൊരു 2000-2500 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് ഇങ്ങനെ പറന്നിറങ്ങ. നമ്മൾ ഈ പാരച്ചൂടിലേക്ക് ഇങ്ങനെ പറന്നിറങ്ങൂലേ, അതുപോലെ. അല്ല, ഈ ചട്ടയും മുണ്ടൊക്കെ കൊടുത്തോണ്ടേ ചേട്ടത്തി ഇങ്ങനെ പറക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും, ഇല്ലയോ? ഇല്ലേ ചേ? പിന്നെ ഭയങ്കര രസമായിരിക്കും. ഇത്രയും കാലം കൂടെ നിന്നിട്ട് എനിക്കിട്ട് പണിഞ്ഞ ക്ലാരമ്മയെ ഞാൻ വിരസിപ്പിക്കട്ടെ? ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്നാ മുതലാളിയാ? അല്ലയോ ക്ലാരമ്മേ? പക്ഷേ ക്ലാരമ്മ പുഷ്പിക്കണ്ട. എങ്ങും തട്ടാതെയും തടവാതെയും നേരെ അങ്ങ് താഴോട്ട് പോയി ലാൻഡ് ചെയ്യാനുള്ള സംവിധാനം ഞാനും തരാം. അപ്പോ നിങ്ങൾ നന്നായിട്ട് ആലോചിക്കും എന്തുവാ വേണ്ടത്. ക്ലാരമ്മയല്ല, ഈ ഇവക്ക് ജീവിക്കണോ മരിക്കണോ എന്ന് ഇവക്ക് തീരുമാനിക്കാം, അല്ലേ അച്ഛാ? നമുക്ക് ഓരോ റൗണ്ട് കൂടി പൊട്ടിച്ചാലോ? പിന്നല്ല, ഈ മനുഷ്യനോട്
വാ. നോട്ടിക്കോൾ ക്ലാരമ്മേ. മോളെ പൂജ മോളെ. നമ്മളെന്ത് ചെയ്യും ഇനി?